കച്ചവടങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും മനുഷ്യരുടെ സാമൂഹിക ജീവിതത്തിൻ്റെ സാമ്പത്തിക ക്രമത്തിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അതിൻ്റെ നിയമവശങ്ങളെ വളരെ ശ്രദ്ധിച്ച് പറയുന്നുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീൻ, കച്ചവടങ്ങൾ നടത്തുമ്പോൾ, വിൽപ്പന വാങ്ങലുകൾ നടത്തുമ്പോൾ തൂക്കം വാങ്ങുമ്പോൾ പൂർണ്ണമായി വാങ്ങുകയും കൊടുക്കുമ്പോൾ അതിൽ കുറവുകൾ വരുത്തുകയും ചെയ്യുന്നവർക്ക് വലിയ നാശമുണ്ട് എന്ന് ഖുർആൻ. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ എന്ന ഖുർആൻ പറഞ്ഞത്. അവർ അളന്ന് വാങ്ങുമ്പോൾ അവർ കറക്റ്റ് പൂർത്തിയായിട്ട് വാങ്ങും. എന്നാലോ വൈദാ കാലൂഹും അവ്വസനൂഹും യുഖ്സിറൂൻ, അവർ അളന്ന് കൊടുക്കുകയോ തൂക്കി കൊടുക്കുകയോ ചെയ്യുമ്പോൾ അത് പിശുക്ക് കാണിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ, തികച്ചു കൊടുക്കില്ല. അതിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർ ചെയ്യാം. അപ്പോൾ ത്രാസുകൾ, അതിൻ്റെ മെഷീൻ വളരെ കറക്റ്റായി, അത് മെഷർമെൻറ്റ് കറക്റ്റായിരിക്കണം. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ആൾക്കാർ, സൂക്ഷ്മതയുള്ള ആൾക്കാർ, എന്തും തൂക്കി കൊടുക്കുമ്പോൾ അളന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ കൃത്യതയിൽ കൊടുത്തതിന് ശേഷം പിന്നൊരു പിടി അധികം കൊടുക്കും. നമ്മളിപ്പോൾ അതല്ല ചെയ്യാം. നമ്മളൊരു ബേക്കറി കടയിൽ കയറിയാൽ 1/2 കിലോ മിച്ചർ എന്ന് പറഞ്ഞാൽ അയാൾ 1/2 കിലോ മിച്ചർ എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു 50 ഗ്രാം എടുത്ത് തിന്നിട്ടുണ്ടാവും. കടയിൽ കയറിയാൽ ഈ എടുത്ത് തിന്നത് ആ കച്ചവടക്കാരന് ഇഷ്ടമല്ലെങ്കിൽ, തൃപ്തിയില്ലെങ്കിൽ അത് ഹറാമാണ്. അത് മറ്റൊരു വശം. അപ്പോൾ കൊടുക്കുക വാങ്ങുക എന്നതിൽ സൂക്ഷ്മത പാലിച്ചിട്ടില്ലെങ്കിൽ നരകമാണ് അവനിക്കുള്ള ശിക്ഷ.